ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 2025-26 സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് രാവിലെ 9 നിയമസഭയിൽ അവതരിപ്പിക്കും. വികസന ക്ഷേമ പദ്ധതികൾക്കായി കാതോർത്ത് കേരളം. രാജ്യത്തെ ഊർജ്ജ മേഖലയിൽ ആഗോള നിക്ഷേപം ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ആഗോള ഊർജ്ജ കമ്പനികളുടെ സിഇഒമാരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഇന്നലെ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ബാരാമതിയിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച മാർച്ചിംഗ് കണ്ടിജന്റായി നാവികസേന തെരഞ്ഞെടുക്കപ്പെട്ടു. നിശ്ചല ദൃശ്യങ്ങളിൽ കേരളത്തിന് 3ാം സ്ഥാനം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് മേഘാലയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പാണ് സാമ്പത്തിക സർവേ തയ്യാറാക്കുന്നത്. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെയും ഭാവി കാഴ്ചപ്പാടുകളുടെയും സമഗ്രമായ അവലോകനമാണ് സാമ്പത്തിക സർവേ. 2017 മുതൽ ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന രീതി ഇത്തവണയും തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഒരു ധനമന്ത്രി തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത് ബജറ്റ് എന്ന പ്രത്യേകത ഞായറാഴ്ച അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിനുണ്ട്. പുതിയ സെൻട്രൽ വിസ്തയുടെ ഭാഗമായ കർത്തവ്യ ഭവനിൽ തയ്യാറാക്കുന്ന ആദ്യ ബജറ്റാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്നതോടെ ഞായറാഴ്ച ഓഹരി വിപണിയും സജീവമായിരിക്കും. 30 സിറ്റിംഗുകളുള്ള പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയും 2ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ ഊർജ്ജവാരം 2026 ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗോള കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായി ന്യൂഡൽഹിയിൽ സംവദിച്ചു. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ചയെ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം രാജ്യം അതിവേഗം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുകയാണെന്നും ആഗോള ഊർജ്ജ മേഖലയിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും വ്യക്തമാക്കി. രാജ്യത്തെ ഊർജ്ജ മേഖലയിലെ നിക്ഷേപ സാധ്യതകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച പ്രധാനമന്ത്രി സർക്കാർ നടപ്പാക്കിയ നിക്ഷേപക സൌഹൃദ നയപരിഷ്കാരങ്ങൾ വിശദീകരിച്ചു. വാതകാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ, എണ്ണ ശുദ്ധീകരണം, കപ്പൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഊർജ്ജ മൂല്യ ശൃംഖലയിൽ ഉടനീളം വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ ശക്തിയും സായുധ സേനയുടെ വീര്യവും തെളിയിച്ച ഓപ്പറേഷൻ സിന്ദൂർ തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത് പ്രകടമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ദൌത്യത്തിൽ രാജ്യത്തെ എൻസിസി കേഡറ്റുകൾ നടത്തിയ സന്നദ്ധ സേവനത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക എൻസിസി റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. एनसीसी एक ऐसा संगठन, एक ऐसा आंदोलन है जो भारत की युवा शक्ति को आत्मविश्वासी बनाता है, अनुशासित बनाता है, संवेदनशील बनाता है और राष्ट्र के लिए समर्पित नागरिक बनाता है. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. വികസനത്തിനും ക്ഷേമത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നാണ് സൂചന. രാവിലെ 9 ബജറ്റ് അവതരണം. വിശദാംശങ്ങളിലേക്ക്. നിരക്ക് വർധനകൾ ഇല്ലാതെയുള്ള ജനപ്രിയ ബജറ്റായിരിക്കും ഇത്തവണത്തേത് എന്നാണ് പ്രതീക്ഷ. വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുള്ള ക്ഷേമ പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയേക്കും. പ്രവാസി പണം കാര്യക്ഷമമായി വിനിയോഗിക്കാനും പദ്ധതികളുണ്ടാകും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം, പുതിയ പെൻഷൻ പദ്ധതി, ക്ഷേമ പെൻഷൻ വർധന തുടങ്ങിയവയും പ്രതീക്ഷിക്കുന്നു. റബ്ബറിന്റെ താങ്ങുവില കൂട്ടണമെന്ന ആവശ്യവും നാളികേരം, നെല്ല് കർഷകർക്ക് യുള്ള പ്രത്യേക പാക്കേജും പരിഗണനയിലുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി തുക വകയിരുത്തും. വീട്ടമ്മമാർക്ക് പെൻഷൻ, ക്ഷേമ പെൻഷൻ വർധന, ഉദ്യോഗാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് അടക്കം ക്ഷേമാനുകൂല്യങ്ങൾ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2024-25 കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ നേരിയ കുറവുണ്ടായെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. മുൻവർഷത്തെ 6.73% നിന്ന് 6.19% വളർച്ചാ നിരക്ക് കുറഞ്ഞത്. ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു.
ഇന്നലെ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP മുതിർന്ന നേതാവുമായ അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് പൂനെയിലെ ബാരാമതിയിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, മന്ത്രിസഭയിലെ അംഗങ്ങൾ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഉപമുഖ്യമന്ത്രിയുടെ മരണത്തെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ 3 ദിവസത്തെ സംസ്ഥാന ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കര, നാവിക, വ്യോമസേന വിഭാഗങ്ങളുടെയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെയും ബാൻഡുകൾ ചടങ്ങിന്റെ ഭാഗമാകും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ ഏറ്റവും മികച്ച മാർച്ചിംഗ് കണ്ടിജന്റായി ഇന്ത്യൻ നാവികസേനയെ തെരഞ്ഞെടുത്തു. കേന്ദ്ര സായുധ പോലീസ് സേനകളിലും ഇതര സഹായ സേനകളിലും ഡൽഹി പോലീസ് അവാർഡ് നേടി. നിശ്ചല ദൃശ്യങ്ങളിൽ കേരളം 3ാം സ്ഥാനം കരസ്ഥമാക്കി. വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും അവതരിപ്പിച്ച് ആത്മനിർഭർ ഭാരതിന് ആത്മനിർഭർ കേരളം എന്ന ആശയത്തിനാണ് കേരളം ദൃശ്യാവിഷ്കാരം നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വരെയാണ് സമ്മേളനം. 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപ്പായൽ ഉച്ചകോടിയും പ്രദർശനവും ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ഉച്ചകോടി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി. DPR സമർപ്പിച്ചാൽ പദ്ധതി ഗൌരവമായി പരിഗണിക്കാമെന്ന കേന്ദ്ര നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഡൽഹി മീററ്റ് കോറിഡോർ മാതൃകയിൽ മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗമുള്ള ട്രെയിനുകളാണ് പദ്ധതിയുടെ പ്രത്യേകത. കേരളത്തിന്റെ ജനസാന്ദ്രതയും ഭൂപ്രകൃതിയും പരിഗണിച്ച് ഭൂരിഭാഗവും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയുമാണ് പാത വിഭാവനം ചെയ്യുന്നത്. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന പദ്ധതി 2033 സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ വിശാഖപട്ടണത്ത് 4ാം T20യിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 50 റൺസിന്റെ തോൽവി. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 മത്സരത്തിനായുള്ള ഇരു ടീമുകളും ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന ഇന്ത്യയുടെയും ന്യൂസിലൻഡിന്റെയും ടീമുകൾക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഇന്ത്യൻ ടീം കോവളത്തും ന്യൂസിലൻഡ് ടീം തിരുവനന്തപുരത്തും ആയിരിക്കും തങ്ങുക. മത്സരം നടക്കുന്ന സ്റ്റേഡിയം, ടീമുകൾ താമസിക്കുന്ന ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് മേഘാലയയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് ബിയിൽ 7 പോയിന്റുമായി കേരളമാണ് മുന്നിൽ. ദിവസേന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കാൻ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗം പൂർത്തിയാക്കിയതോടെ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലെ കാർഷിക വികസനത്തിന് നിർണായകമായ ബെംബ്ല ജലസേചന പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞത് പ്രഗതിയുടെ ഫലപ്രാപ്തിയുടെ പ്രധാന ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. 2007 അനുവദിച്ചെങ്കിലും നീണ്ടുപോയ പദ്ധതി 2025 ജൂൺ 30 കമ്മീഷൻ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 2025-26 സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് രാവിലെ 9 നിയമസഭയിൽ അവതരിപ്പിക്കും. വികസന ക്ഷേമ പദ്ധതികൾക്കായി കാതോർത്ത് കേരളം. രാജ്യത്തെ ഊർജ്ജ മേഖലയിൽ ആഗോള നിക്ഷേപം ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ആഗോള ഊർജ്ജ കമ്പനികളുടെ CEOമാരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഇന്നലെ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ബാരാമതിയിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച മാർച്ചിംഗ് കണ്ടിജന്റായി നാവികസേന തിരഞ്ഞെടുക്കപ്പെട്ടു. നിശ്ചല ദൃശ്യങ്ങളിൽ കേരളത്തിന് 3ാം സ്ഥാനം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് മേഘാലയയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.